UDF നിയന്ത്രിക്കുന്ന കടത്തനാട് ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയുടെ സാമ്പത്തിക വഞ്ചനയെ തുടർന്ന് ഇബ്രാഹിം ഹാജി ജീവനൊടുക്കിയ സംഭവത്തിൽ ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരുവള്ളൂരിൽ ബഹുജന കൂട്ടായ്മ സംഘടിപ്പിച്ചു. സാമ്പത്തിക തട്ടിപ്പിനിരയായ നിക്ഷേപകരും കൂട്ടായ്മയിൽ പങ്കെടുത്തു. കോൺഗ്രസ് നേതാവ് സുധീർ കുമാറിന്റെ വീട്ടുമുറ്റത്ത് ഇബ്രാഹിം ഹാജി ആത്മഹത്യ ചെയ്ത സംഭവം നാടിനെ നടുക്കിയിരുന്നു. ഇതിന് പിന്നിലെ കുറ്റവാളികളെ നിയമത്തിനു മുന്നിൽ എത്തിക്കണമെന്നാവശ്യപ്പെട്ടാണ് കോഴിക്കോട് വടകര തിരുവള്ളൂരിൽ ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബഹുജന കൂട്ടായ്മ സംഘടിപ്പിച്ചത്. CPIM ജില്ലാ കമ്മിറ്റി അംഗം PK ദിവാകരൻ ബഹുജന കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തു. തിരുവള്ളൂരിലെ ഇബ്രാഹിം ഹാജിയുടെ മരണം നടന്ന് ഒരു മാസം പിന്നിടുകയാണ്. ഇതിൻ്റെ പേരിൽ യാതൊരുവിധ അന്വേഷണവും നടത്താൻ വടകരയിലെ പോലീസ് ഇതുവരെ തയ്യാറായിട്ടില്ല. യഥാർത്ഥ പ്രതികളെ അറസ്റ്റ് ചെയ്ത് നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരുന്നതിന് പകരം ജനങ്ങളെ മുഴുവൻ വിഡ്ഢികളാക്കുന്ന രൂപത്തിലുള്ള നടപടിയുമായിട്ട് വടകരയിലെ പോലീസ് മുന്നോട്ട് പോവുകയാണ്. ഇതിനെതിരായിട്ട് തിരുവള്ളൂരിൽ രൂപീകരിച്ച ആക്ഷൻ കമ്മിറ്റി വടകര കേന്ദ്രമായി ഉജ്ജ്വലമായ സമരങ്ങൾ നടത്തുന്നതിന്, തുടർ പ്രക്ഷോഭങ്ങൾ നടത്തുന്നതിന് തീരുമാനമെടുത്തിട്ടുണ്ട്. ആ തീരുമാനത്തിൻ്റെ ഭാഗമായി ഈ പ്രതികളുടെ എല്ലാം പേരിൽ കൊലക്കുറ്റത്തിന് കേസെടുക്കാവുന്ന രൂപത്തിലേക്ക് അതിന്റെ നടപടികൾ മുന്നോട്ട് പോകണം. തട്ടിപ്പിനിരയായ സാധാരണക്കാരായ നിക്ഷേപകരുടെ പണം തിരിച്ചു നൽകുക, ഇബ്രാഹിം ഹാജിയുടെ നിക്ഷേപ തുകയും അതിന്റെ പലിശയും അദ്ദേഹത്തിന്റെ കുടുംബത്തിന് എത്രയും വേഗം ലഭ്യമാക്കുക, വഞ്ചനയ്ക്കിരയായി ജീവൻ നഷ്ടപ്പെട്ട ഇബ്രാഹിം ഹാജിയുടെ കുടുംബത്തിന് നീതി ഉറപ്പാക്കുക എന്നീ ആവശ്യങ്ങളാണ് കൂട്ടായ്മയിൽ ഉയർന്നത്. കടത്തനാട് ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയിൽ പണം നിക്ഷേപിച്ച ജീവിത സമ്പാദ്യം മുഴുവൻ നഷ്ടപ്പെട്ട നിക്ഷേപകരും കൂട്ടായ്മയിൽ പങ്കെടുത്തു. വരും ദിവസങ്ങളിൽ സമരം ശക്തമാക്കാനാണ് ആക്ഷൻ കമ്മിറ്റിയുടെ തീരുമാനം. കൈരളി ന്യൂസ്, കോഴിക്കോട്.